വെള്ളൂരിലെ PM ദാമോദരൻ അടിയോടി. പയ്യന്നൂർ ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂളിലെ വിദ്യാർത്ഥിയായിരിക്കെ ദേശീയ പ്രസ്ഥാനത്തിൽ ആകൃഷ്ടനായി സമരപഥത്തിലിറങ്ങി. വെള്ളൂരിലെ ഏക സ്വാതന്ത്ര്യ സമര ഭടൻ. പയ്യന്നൂരിനടുത്ത് കണ്ടങ്ങാളിയിലെ പ്രശസ്തമായ മഞ്ഞാച്ചേരി അടിയോടി വീട്ടിൽ പാർവതി പിള്ളാതിരി അമ്മയുടെ മകനായി 1932 ഇദ്ദേഹത്തിൻ്റെ ജനനം. പണ്ഡിതകുലമായി അറിയപ്പെടുന്ന വെള്ളൂരിലെ കടിഞ്ഞപ്പള്ളി തറവാട്ടിലെ PK കുഞ്ഞികൃഷ്ണൻ നമ്പ്യാരാണ് പിതാവ്. വെള്ളൂരിലെ ഡിസ്ട്രിക്ട് ബോർഡ് LP സ്കൂളിലെ പ്രാഥമിക പഠനത്തിന് ശേഷം പയ്യന്നൂരിലെ ഡിസ്ട്രിക്ട് ബോർഡ് ഹൈസ്കൂളിൽ നിന്ന് ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസം പൂർത്തിയാക്കി. മംഗലാപുരം സെയിൻറ്റ് അലോഷ്യസ് കോളേജിലും പാലക്കാട് വിക്ടോറിയ കോളേജിലും ഉപരിപഠനം. 1956 കാഞ്ഞങ്ങാട് ദുർഗ ഹൈസ്കൂളിൽ അധ്യാപകനായി ജോലിയിൽ പ്രവേശിച്ചു. 1989 വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറായിട്ടാണ് വിരമിക്കുന്നത്. 93 വയസ്സിലും മുടങ്ങാതെ ഗ്രൗണ്ടിലെത്തി നടത്തം തുടങ്ങും. വെറ്ററൻ നാഷണൽ ഇൻ്റർനാഷണൽ മീറ്റുകളിലെ 100 മീറ്റർ നടത്ത ഇനത്തിൽ തിരുത്തപ്പെടാത്ത റെക്കോർഡിനും ഗോൾഡ് മെഡലിനും ഉടമയാണ് ദാമോദരൻ അടിയോടി. കൃത്യമായ ഭക്ഷണവും വ്യായാമവും ഒരു മനുഷ്യനെങ്ങനെ രോഗമില്ലാത്ത അവസ്ഥയിൽ ദീർഘകാലം ജീവിപ്പിക്കാം എന്നതിനുള്ള പ്രത്യക്ഷ തെളിവാണ് ദാമോദരൻ അടിയോടി. ഇന്ന് ഒളിമ്പിക് ഡേ ദിനത്തിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി ദേശീയ കായിക വേദി പ്രവർത്തകർ അദ്ദേഹത്തെ ആദരിച്ചു. പക്ഷേ ഇന്നത്തെ ഈ ഒളിമ്പിക് ഡേ എന്നൊരു ദിനത്തിൻ്റെ പ്രാധാന്യത്തെ നമ്മൾ മനസ്സിലാക്കിയതുകൊണ്ട് ഈ ദിവസം തന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും മുതിർന്ന ഒരു കാലത്ത് കായിക മേഖലയിൽ തൻ്റെ പ്രാഗൽഭ്യം തെളിയിച്ചുകൊണ്ട് വ്യക്തിമുദ്ര പതിപ്പിച്ച ശ്രീ PM ദാമോദരൻ അടിയോടി മാഷെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ വെച്ച് ആദരിക്കണം എന്നുള്ള ഒരു കാര്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇന്ന് എല്ലാവരും ഇവിടെ കൂടിച്ചേർന്നിരിക്കുന്നത്. അതിൻ്റെ ഒളിമ്പിക്കിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ലോകത്തെ എല്ലാ രാജ്യങ്ങളുടെയും ജനങ്ങളെ ഒന്നിപ്പിക്കുന്ന ഒരു വലിയൊരു മാമാങ്കമാണ് ഒളിമ്പിക്സ് അസോസിയേഷൻ്റെ സ്ഥാപക ദിനമാണ് ഇന്ന്. അത് പറഞ്ഞാൽ 125 കൊല്ലം മുമ്പ് സ്ഥാപിച്ചതാണ് എന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മളെ ഈ കായിക വേദിയെപ്പറ്റി പറയാൻ 2 വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പയ്യന്നൂർ മണ്ഡലം കായിക വേദി ഇവിടെ രൂപീകരിച്ചിട്ട് ഒരു 1.5 കൊല്ലം 2 കൊല്ലത്തിനിടയിലാണ്. നമ്മൾ ഇതിനു മുമ്പ് നല്ലൊരു പരിപാടി നടത്തിയിരുന്നത്. നാട്ടിലെ 64ഓളം പിന്നെ 64ഓളം കായിക താരങ്ങളെ കായിക രംഗത്ത് അവരുടേതായ സേവനം തന്നവരെയും നമ്മൾ ആദരിച്ചിരുന്നു. നമ്മളിന്ന് ഒരു ഒളിമ്പിക് ഡേ ആണ്. ഈ ഡേ 23 മാത്രമേ ആചരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിന് മുൻപേ എല്ലാവരെയും കൂടി ഒന്നിച്ച് ഇവിടെ സെക്രട്ടറി പറഞ്ഞു ആദരിക്കണമെന്നൊരു തീരുമാനമുണ്ടായിരുന്നു. അപ്പോൾ MLAനെ കൊണ്ട് മറ്റ് വേറെയും 2-3 പിന്നെ സ്പോർട്സിൻ്റെയും പൂരക്കളീൻ്റെയും കോഴിക്കളീൻ്റെയും പിന്നെ മെഡൽ കിട്ടിയവരുണ്ട്. അവരെല്ലാം ആദരിക്കാൻ വേണ്ടി ഒരു തീരുമാനം എടുത്താണ്. ബാരോൺ പിയർ ദേവ് കൂബട്ടിൽ അങ്ങനെ എന്തോ ആണ് എൻ്റെ ഓർമ്മ, വായിച്ചത് ഓർമ്മ. അദ്ദേഹം പുരാതന ഒളിമ്പിക് സംസ്കാരത്തെ വാർത്തെടുക്കുന്നതിനായി അത്
പുനരുജ്ജീവിപ്പിക്കുന്നതിനായി നടത്തിയൊരു റാലിയുടെ ഒരു ഓർമ്മയ്ക്കായിട്ടാണ് ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റി ഈ ഒളിമ്പിക് ദിനം ആചരിക്കുന്നത്. മറ്റൊന്നുമല്ല, ഒരു സാമൂഹിക ഐക്യം, നമ്മുടെ സ്വാസ്ഥ്യം, ഇതൊക്കെ ഒന്ന് പുനരുജ്ജീവിപ്പിക്കുന്നതിനായി, ഒന്ന് ശക്തിപ്പെടുത്തുന്നതിനായി അത് മാത്രമാണ് ഇതിനുള്ളിൽ ലക്ഷ്യം ആയിട്ട് കാണുന്നത്. എനിക്ക് മാഷ് പെട്ടെന്ന് ഓർമ്മ വരുന്നത് എന്താ വെച്ചാൽ, ഞാൻ 73 കാലഘട്ടത്തിലാണ് കരുവള്ളി ഹൈസ്കൂൾ പഠിച്ചത്. അന്ന് എൻ്റെ ഇളയ സഹോദരൻ്റെ പ്രസവിച്ച സമയമായിരുന്നു. അവിടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് ഞാൻ വൈകിയാണ് പോകാറ് സാറിന്. അന്ന് ബസ്സിൽ പോകുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ ഞാൻ ഇവിടെ എത്തുമ്പം എൻ്റെ തൊട്ട് മുമ്പിൽ മാഷുണ്ടാവും. മാഷ എന്ന് വെച്ചാൽ നടന്ന് നമ്മൾ എത്തൂല, മാഷ ഓടുന്നവരെ പോലെ. ഞാൻ എത്ര ഓടാൻ ശ്രമിച്ചാലും മാഷ എത്തൂല. അപ്പോൾ അങ്ങനെ സ്കൂൾ വൈകി എത്താനും പാടില്ല. അപ്പോൾ മാഷ ഓടിച്ചാൽ പിന്നെ ഒന്നും പ്രശ്നമില്ലല്ലോ. അങ്ങനെ ഓടിപ്പിടിച്ചിട്ടാണ് മാഷ കൂടെ സ്കൂളിലേക്ക് പോകാറ്. അതെൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും ഓർക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ച് കായിക രംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ മികവ് നമ്മുടെ പുതിയ തലമുറയ്ക്ക് തന്നെ വളരെ പ്രചോദനം നൽകാൻ പര്യാപ്തമായിട്ടുള്ള ഒന്നാണ് എന്നുള്ളത് കാണാൻ വേണ്ടി സാധിക്കും. ഇപ്പോഴും അദ്ദേഹം ചില അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതിന് ചെറിയ കുറവ് വരുമ്പം കൃത്യമായിട്ട് നടക്കുകയല്ല ഓടുക എന്ന് തന്നെ പറയാം. പല മേഖലകളിലും അദ്ദേഹത്തിൻ്റെ വ്യക്തിമുദ്ര പതിപ്പിച്ച അധ്യാപനായാലും ശരി, അതുപോലെ തന്നെ കായിക രംഗത്തായാലും ശരി, സാംസ്കാരിക സാമൂഹിക ഭൂമണ്ഡലങ്ങളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തി എന്ന നിലയിൽ ഇന്ന് കളിക്കാതെ ഇങ്ങനെ പുസ്തകം വായിക്കും എന്ന് പറയുന്ന ഒരു രംഗം ഉണ്ടായിരുന്നു. എന്നാൽ ഇന്ന് അതൊക്കെ മാറി. അതുപോലെ തന്നെ മറ്റ് പല രംഗം നോക്കിയാൽ ഇന്നിപ്പം ഈ സ്പോർട്സ് എന്ന് പറയുന്നത് ഏറ്റവും പ്രധാന വിഷയമാണ്. കാരണം ഇന്ന് ഈ വയോജനങ്ങളിൽ ഏറ്റവും അധികം അഭിമുഖീകരിക്കുന്നത്, അല്ലെങ്കിൽ ഇന്ന് മധ്യ ആ പ്രായം മുതൽ ഇങ്ങോട്ട് അഭിമുഖീകരിക്കുന്നത് വിവിധ തരത്തിലുള്ള ഈ അസുഖങ്ങളാണ്. മുട്ടുവേദനയും കാലുവേദനയും അതുപോലെ തന്നെ മറ്റ് പലതരത്തിലുള്ള ഫിസിക്കലായിട്ടുള്ള അസുഖങ്ങളെ ബാധിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഈ പറയുന്ന സ്പോർട്സും അതുപോലെ തന്നെ അത്ലറ്റിക് രംഗമൊക്കെ വളരെയധികം പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് തന്നെ മുന്നോട്ട് പോവുകയാണ്. എന്നെ ആദരിച്ചതിന് ആദ്യമായി എൻ്റെ ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഞാൻ എവിടെയോ മുമ്പ് വായിച്ച എനിക്കൊരു ഓർമ്മയുണ്ട്. എന്നുവെച്ചാൽ ബിഹേവ് ലൈക്ക് എ ഡെഡ്, നോട്ട് റിയാക്ടിങ് ടു ഐദർ പ്രൈസ് ഓർ എബ്യൂസ്. ഒരു ശവത്തിന് മുമ്പിൽ ചെന്ന് നമ്മൾ അതിനെ എത്ര പുകഴ്ത്തിയാലോ ഇരുത്തിയാലോ ഒരു പ്രതികരണം ഉണ്ടാവില്ല. അതുപോലെ പരിണിതപ്രജ്ഞരായ ആൾക്കാരെ നമ്മൾ ബഹുമാനിച്ചാലും അവരെ അവമാനിച്ചാലും അവർക്കൊരു യാതൊരു ഭാവഭേദവും ഉണ്ടാവില്ല. ഞാനും കുറച്ചൊക്കെ അത് ഒന്ന് അനുഭവിക്കാൻ ശ്രമിച്ചു നോക്കി, അത് പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ സ്പോർട്സ് രംഗത്ത് വരുന്നവർ കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവർ തന്നെ കുറച്ച് പ്രായം ചെന്ന് കഴിഞ്ഞാൽ പിന്നെ അതോട് വിട പറയുകയാണ് ചെയ്യുക. അതുകൊണ്ട് പിന്നീട് അവർ തടിച്ചു കൊഴുത്ത് രോഗികളായി തീരുന്നൊരു സമ്പ്രദായം ഇന്ന് പൊതുവേ എല്ലാ ഈ രംഗത്തുള്ളവരും നമുക്ക് കാണാം. എവിടെയൊക്കെ വെച്ചാൽ മദ്രാസിൽ പോയിട്ടുണ്ട്, കോയമ്പത്തൂർ പോയിട്ടുണ്ട്, ബാംഗ്ലൂർ പോയിട്ടുണ്ട്, പിന്നെ ഗോവയിൽ പോയിട്ടുണ്ട്, ബോംബെയിൽ പോയിട്ടുണ്ട്, പിന്നെ ഹൈദരാബാദിൽ ഈ സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. പിന്നെ നാഷണലിൽ ഒരു പ്രാവശ്യം തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്നുണ്ടായി, അതിലും പങ്കെടുത്തിട്ടുണ്ട്. അതെല്ലാം ഞാൻ പങ്കെടുത്ത എൻ്റെ ഐറ്റത്തിലെല്ലാം ഞാൻ ഗോൾഡ് മെഡലിസ്റ്റാണ്. എൻ്റെ ഐറ്റം 100 മീറ്റേഴ്സും 200 മീറ്റേഴ്സും ആണ്. പിന്നെ 5000 മീറ്റേഴ്സ് നടക്കുകയും ചെയ്യും. ഇത്രയാണ് എൻ്റെ ഐറ്റംസ്. ഇനി നടക്കുമോ? നടക്കും. പക്ഷേ അകലെ പോകാൻ കഴിയുന്നില്ല, ഒരു കമ്പാനിയൻ വേണ്ടി വരും. ഈ നന്ദി പ്രകാശനം എനിക്കിവിടെ അവസാനമായിട്ട് കിട്ടിയ അവസരമാണ്. എന്നോട് വന്നതിന് ശേഷമാണ് എന്നെ അതിനുവേണ്ടി നിയുക്തനാക്കിയത്. ഈ ചെറിയ വലിയ ആദരവ് ചടങ്ങ് സംഘടിപ്പിച്ച ദേശീയ കായികവേദി ഭാരവാഹികൾക്ക് ആദ്യമായി നന്ദി പ്രകാശിപ്പിക്കുന്നു. അറിയപ്പെട്ട ഇദ്ദേഹത്തിന് കേരള സംസ്ഥാന സർക്കാരിന്റെ അധ്യാപക അവാർഡ് ലഭിക്കുകയുണ്ടായി. മാത്രമല്ല, അധ്യാപകരെ സംഘടിപ്പിക്കുന്നത് മുന്നിൽ നിന്ന് പ്രവർത്തിച്ച ഇദ്ദേഹം ഗ്രാജുവേറ്റ് അധ്യാപക സംഘടനയുടെ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റായി ദീർഘകാല സേവനം അനുഷ്ഠിക്കുകയും ചെയ്തിട്ടുണ്ട്. നല്ലൊരു കായിക താരമായിട്ടുള്ള ശ്രീ ദാമോദരൻ അടിയോടി മാസ്റ്റർ ഹൈസ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ അവിടുത്തെ ഫുട്ബോൾ ടീം അംഗമായിരുന്നു. വിവിധ ക്ലബ്ബുകൾക്ക് വേണ്ടി ഫുട്ബോൾ ടൂർണമെന്റുകൾ കളിച്ചിട്ടുണ്ട്. മാത്രമല്ല, സ്കൂൾ കോളേജുകളിലെ അത്ലറ്റിക് ചാമ്പ്യനായും അറിയപ്പെട്ടു. 4th മദ്രാസ് NCCയിൽ അംഗമാവുകയും ബാംഗ്ലൂരിൽ വെച്ച് നടന്ന NCC സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക സാംസ്കാരിക രംഗത്തിന്റെ പോയ കാലത്തിലെ സവിശേഷതകളുമായാതെ ജോലിയെ സൂക്ഷിച്ചിട്ടുള്ള ഇദ്ദേഹം ഓമനച്ചേരി കല്ലിനകത്ത് എന്ന പേരിൽ നാട്ടുചരിത്രത്തിലും രചിച്ചിട്ടുണ്ട്.
ആദ്യമായി 1928 പയ്യന്നൂരിൽ വെച്ച് നടന്ന കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനത്തിൻ്റെ 95-ാം വാർഷിക സ്മൃതി സംഗമം പയ്യന്നൂർ 2022 പയ്യന്നൂർ ഗാന്ധി പാർക്കിലെ ദേശീയ സംസ്ഥാന നേതാക്കൾ പങ്കെടുത്ത സമ്മേളനത്തിൽ വെച്ച് സംഘടിപ്പിക്കപ്പെട്ട ദേശീയ കായികവേദി പ്രവർത്തകരായ രതീഷ് ബാബു, പത്മനാഭൻ, മനോഹരൻ, വി വേണു, നവനീത് എന്നിവർ നേതൃത്വം നൽകി. PM പങ്കജാക്ഷൻ, പ്രസന്നൻ PM, മനോമോഹനൻ തുടങ്ങിയവർ ഓർമ്മകൾ പങ്കുവച്ചു. ദാമോദരൻ അടിയോടിയുടെ ഭാര്യ ദാക്ഷായണിയും മക്കളും ബന്ധുക്കളും ഒപ്പമുണ്ടായിരുന്നു.